അഗ്നിദേവന് എല്ലാ ഗൃഹത്തിലും പോയി ഭക്ഷിക്കേണ്ടി വന്നതിന് ഒരു കഥയുണ്ട്. അതെന്താണെന്നറിയോ? ഒരിക്കൽ ഭൃഗുമഹർഷി തൻ്റെ പത്നി പുലോമയോടൊപ്പം ആശ്രമത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു. പുലോമ പൂർണ്ണ ഗർഭിണിയുമാണ്. അപ്പോൾ ഭൃഗുമഹർഷി അഗ്നിദേവനെ കാവലിരുത്തി പുലോമയ്ക്ക്. എന്നിട്ട് സ്നാനത്തിനു വേണ്ടി നദിയിലേക്ക് പോയി. ഈ അവസരത്തിലാണ് പുലോമയെ പണ്ട് തന്നെ ഇഷ്ടപ്പെട്ടിരുന്ന പുലോമൻ എന്നൊരു രാക്ഷസൻ ആശ്രമത്തിൽ വന്നപ്പോൾ കണ്ടത് അഗ്നികുണ്ഡത്തിൽ ജ്വലിക്കുന്ന അഗ്നിയെയാണ് കണ്ടത്. അപ്പോൾ രാക്ഷസൻ അഗ്നിയോട് പറഞ്ഞു, ഹേ അഗ്നിദേവ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അങ്ങ് നിഷ്പക്ഷമായി അതിന് ഉത്തരം പറയണം. ഈ പുലോമയെ ഞാൻ ആദ്യമേ മനസ്സാ വരിച്ചതാണ്. അതിനുശേഷമാണ് ഇവളുടെ അച്ഛൻ ഇവളെ ഭൃഗുമഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തത്. അപ്പോൾ ഞങ്ങളിൽ ആരാണ് ശരിക്കും ഇവളുടെ അവകാശി? അഗ്നിദേവനാകെ പരവശനായി. ഭൃഗുമഹർഷിയുടെ ശാപം ഒരു ഭാഗത്ത്, മറ്റേ ഭാഗത്ത് പരമാർത്ഥം പറയാണ്ടും വയ്യ. അഗ്നിദേവൻ ഒടുക്കം പറഞ്ഞു, പുലോമ, ഇവൾ ഭൃഗുവിനെ വരിച്ചവൾ തന്നെയാണ്, പക്ഷേ മന്ത്രവിധിയോടുകൂടി വേട്ടിട്ടില്ല. ഇത് കേൾക്കേണ്ട താമസം രാക്ഷസൻ ഒരു പന്നിയുടെ രൂപം ധരിച്ച് പുലോമയെ അവിടുന്ന് അപഹരിച്ചുകൊണ്ട്. ആ സമയത്ത് പുലോമ പൂർണ്ണ ഗർഭിണിയായിരുന്നല്ലോ. പുലോമ വഴിയിൽ വെച്ച് ശിശുവിനെ പ്രസവിച്ചു. ഗർഭത്തിൽ നിന്ന് ആ കുട്ടിയെ നിലത്ത് വീണു. അതായത് ചവനം ചെയ്തു എന്നാണ്. നിലം പതിച്ചതിനാൽ കുട്ടി നിലം പതിച്ചു. ആ ശിശുവിനെ പിൽക്കാലത്ത് ചവനൻ എന്ന് പേരുണ്ടായി. അദ്ദേഹമാണ് ചവന മഹർഷിയായി മാറിയത്. ഈ ശിശുവിൻ്റെ തേജസ് കണ്ടപ്പോൾ രാക്ഷസനാകെ പേടി പിടിച്ചു. ആ കുട്ടി അവിടെ ഇട്ട് പുലോമയെ അവിടെ ഉപേക്ഷിച്ച് രാക്ഷസൻ ഓടിപ്പോയി. പുലോമ കരഞ്ഞുകൊണ്ട് ശിശുവിനെ എടുത്ത് ആശ്രമത്തിലേക്കും പോന്നു. വിവരമറിഞ്ഞ ഭൃഗുമഹർഷി കോപത്താൽ പുലോമയോട് ചോദിച്ചു, ആരാണ് നീ എൻ്റെ ഭാര്യയാണെന്ന് ആ രാക്ഷസന് പറഞ്ഞു കൊടുത്തത്? പുലോമ പറഞ്ഞു, അഗ്നിദേവനാണ് അത് പറഞ്ഞത്. ഭൃഗുമഹർഷി ഉടനെ അഗ്നിദേവനെ ശപിച്ചു, നീ സർവഭക്ഷകനായി തീരട്ടെ എന്ന്. ഇതാ കേൾക്കല്ല അഗ്നിദേവൻ ആകെ വിഷമായി എവിടെയോ പോയി അങ്ങോട്ട് മറഞ്ഞു. അഗ്നിദേവൻ മറഞ്ഞപ്പോൾ എന്താ ഉണ്ടായേ? എവിടെയും യാഗങ്ങളും ഹോമങ്ങളും ഒന്നും നടക്കാതെയായി. അപ്പോൾ ദേവന്മാരാകെ പരിഭ്രാന്തരായി. എല്ലാവരും കൂടി ബ്രഹ്മാവിനെ കണ്ട് സങ്കടം പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ് അഗ്നിദേവനെ വിളിപ്പിച്ചു. എന്നിട്ട് സാന്ത്വനപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞു, അഗ്നിദേവ, സർവഭക്ഷകനായിട്ട് ആകട്ടെ എന്നുള്ള ശാപം സാരല്ല, എന്നാലും അങ്ങയ്ക്ക് ഒരു അനുഗ്രഹം തരാൻ പോവാണ്. എന്താണെന്നോ? അങ്ങ് തൊട്ടതെല്ലാം ഇനി മേലാൽ പരിശുദ്ധമായി തീരും എന്ന് അനുഗ്രഹിച്ചു ബ്രഹ്മദേവൻ. അന്നു മുതലാണ് ഏതൊരു വസ്തുവും നമ്മൾ അഗ്നിയിലിട്ടാൽ അതിൻ്റെ ദോഷം മാറി അത് പരിശുദ്ധമായി തീരാൻ തുടങ്ങിയത്.